തളിപ്പറമ്പിലെ UDF സ്വതന്ത്ര സ്ഥാനാർത്ഥി ടി.കെ. ഗോവിന്ദനെതിരെ രൂക്ഷ വിമർശനവുമായി പി. ജയരാജൻ. സീറ്റ് കിട്ടാൻ CPIM-ൽ ഗോവിന്ദൻ ശ്രമം നടത്തി. സീറ്റില്ലെന്ന് കണ്ടപ്പോൾ സണ്ണി ജോസഫിന്റെ കാൽക്കൽ വീണു. ധീരജിന്റെ മരണം ഇരന്നു വാങ്ങിയത് എന്ന് പറഞ്ഞയാളാണ് കെ. സുധാകരൻ. ആ സുധാകരന്റെ കാൽക്കൽ വീണ് ഗോവിന്ദൻ ത്രിവർണ ഷാൾ സ്വീകരിച്ചെന്നും ജയരാജൻ പരിഹസിച്ചു. എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന നമ്മുടെ പൊന്നോമനിയെ കുത്തിക്കൊന്നപ്പോൾ എരന്നു വാങ്ങിയ മരണമാണ് എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച കോൺഗ്രസിന്റെ ക്രിമിനൽ നേതാവായിട്ടുള്ള സുധാകരന്റെ കാൽക്കൽ പോയിട്ട് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ പാരമ്പര്യം അവകാശപ്പെടുന്ന ഈ നേതാവ് ഷാളും പുതച്ചു വന്നു. തളിപ്പറമ്പിലെത്തിയപ്പോ മൂപ്പരക്ക് തോന്നി കോൺഗ്രസിന്റെ ഷാള് മാത്രം പോരാ, പിന്നെയോ ഒരു പച്ച ഷാള് കൂടി വേണം. അതിനെന്താ മാർഗം? പാണക്കാടേക്ക് പുറപ്പെട്ടു. കക്ഷികൾ കുഞ്ഞാലിക്കുട്ടി ഒരു പച്ച ഷാള് പുറത്തുവച്ചു ഈ UDF സ്ഥാനാർത്ഥി. വിശദാംശങ്ങളുമായി നിഖിൽ അളവൂർ ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. നിഖിൽ, എന്തായാലും തളിപ്പറമ്പിൽ ജയിക്കുക എന്നത് CPIM-ന്റെ അഭിമാന പ്രശ്നമാണ്. പി. ജയരാജന് ഉൾപ്പെടെ ചുമതലയുള്ള സ്ഥലമാണ്. എന്തായാലും വളരെ രൂക്ഷമായ വിമർശനമാണ് ടി.കെ. ഗോവിന്ദനെതിരെ പി. ജയരാജൻ ഉന്നയിക്കുന്നത്. രുചിഷ്, തീർച്ചയായും പി. ജയരാജന്റെ നേതൃത്വത്തിൽ തന്നെയാണ് തളിപ്പറമ്പിൽ LDF-ന്റെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്. ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടത്തിലും നമ്മൾ കേട്ടിട്ടില്ലാത്ത വിധത്തിലുള്ള അതിരൂക്ഷമായ വിമർശനമാണ് പി. ജയരാജന്റെ ഭാഗത്ത് നിന്ന് ഇന്നലെ തളിപ്പറമ്പ് മണ്ഡലത്തിലെ ചേലേരിമുക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ ഉണ്ടായത്. ടി.കെ. ഗോവിന്ദനെ കടന്നാക്രമിക്കുന്ന പരാമർശങ്ങൾ എന്ന് തന്നെ പറയേണ്ടതാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, ഈ CPIM-ൽ നിന്ന് സീറ്റ് കിട്ടാൻ വേണ്ടി പരമാവധി യത്നിച്ചു നോക്കി. പക്ഷേ PK ശ്യാമളയ്ക്ക് സീറ്റ് നൽകാനുള്ള തീരുമാനം CPIM എടുക്കുന്നു. മഹിളാ അസോസിയേഷന്റെ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ അവർക്ക് സീറ്റ് നൽകാനുള്ള തീരുമാനം CPIM എടുത്തതോടുകൂടി തനിക്ക് സീറ്റ് കിട്ടില്ല എന്ന് ഉറപ്പിച്ച ടി.കെ. ഗോവിന്ദൻ നേരെ പോയി സണ്ണി ജോസഫിന്റെ കാൽക്കൽ വീണു. അങ്ങനെ സണ്ണി ജോസഫിനോട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് റെഡിയാക്കിയതിന് ശേഷമാണ് പത്രസമ്മേളനം വിളിച്ച് താൻ പാർട്ടി വിടുന്നു, മത്സരിക്കാൻ പോകുന്നു എന്ന കാര്യങ്ങൾ പ്രഖ്യാപിച്ചത് എന്നതാണ് പി. ജയരാജൻ പറയുന്നത്. അതിനുശേഷം സണ്ണി ജോസഫിനെ കണ്ടതിന് ശേഷം ടി.കെ. ഗോവിന്ദൻ നേരെ പോയത് കെ. സുധാകരന്റെ അടുത്തേക്കാണ്. കെ. സുധാകരൻ എന്ന് പറയുന്നത് ധീരജിനെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ ധീരജ് ഇരന്നു വാങ്ങിയ മരണമെന്ന് പറഞ്ഞയാളാണ്. CPIM-ൽ ഇത്രയധികം പാരമ്പര്യമുണ്ട് എന്ന് പറയുന്ന ടി.കെ. ഗോവിന്ദൻ ആ സുധാകരന് മുന്നിൽ പോയി കഴുത്ത് നീട്ടി ഷാൾ അണിഞ്ഞാണ് പിന്നീട് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഇറങ്ങിയത്. ഈ കോൺഗ്രസിന്റെ ത്രിവർണ ഷാൾ കൊണ്ട് മാത്രം ജയിക്കാനാവില്ല, അതിന് ലീഗിന്റെ പച്ച ഷാൾ കൂടി വേണമെന്ന് കണ്ട് പാണക്കാട് പോയി അവിടെ നിന്നുള്ള പച്ച ഷാൾ PK കുഞ്ഞാലിക്കുട്ടിയിൽ നിന്ന് സ്വീകരിച്ചു വന്ന് തളിപ്പറമ്പിൽ വോട്ട് തേടി തെണ്ടി നടക്കുകയാണ് ടി.കെ. ഗോവിന്ദൻ എന്നുള്ളതാണ് പി. ജയരാജന്റെ പരിഹാസമായി വരുന്നത്. മറ്റൊന്ന്, കെ. സുധാകരനുമായി ബന്ധപ്പെട്ട് കൂടി അദ്ദേഹത്തിന്റെ ഒരു പരിഹാസമുണ്ട്. കെ. സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കുമെന്ന് സ്വയം പ്രഖ്യാപിക്കുന്നു, എന്നാൽ ഹൈക്കമാൻഡ് സീറ്റ് നൽകുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന കെ. സുധാകരന്റെ മുന്നിലേക്കാണ് ടി.കെ. ഗോവിന്ദൻ പോയത്. യഥാർത്ഥത്തിൽ ഉരൽ ചെന്ന് മദ്ദളത്തോട് പരാതി പറയുന്ന അവസ്ഥയായിരുന്നു ടി.കെ. ഗോവിന്ദൻ കെ. സുധാകരന്റെ മുന്നിലെത്തിയപ്പോഴെന്നും പി. ജയരാജൻ വിമർശിക്കുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. രുചീഷ്, ശരി നിഖിൽ, എന്തായാലും CPIM പ്രവർത്തകർക്ക് വളരെ വൈകാരികമായി തോന്നുന്ന രക്തസാക്ഷികളുടെ വിഷയമടക്കം ഉൾപ്പെടുത്തിയാണ് പി. ജയരാജൻ പ്രസംഗിച്ചത്. എന്തായാലും ഈ വിഷയം അവിടെ ആ തെരഞ്ഞെടുപ്പിൽ തളിപ്പറമ്പിൽ ജയിക്കുക എന്നത് CPIM-ന്റെ അഭിമാന പ്രശ്നമായി മാറിയിരിക്കുകയാണ്.